ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല. അറിഞ്ഞോ കാര്യങ്ങള്? ഇല്ല. എന്താടാ? ഒന്നും പറയണ്ടമ്മേ. ഇന്ന് പുലർച്ചയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ദീപാവലിക്ക് വെച്ചിരുന്ന പടക്കം പൊട്ടിത്തെറിച്ച് ആ കൊച്ചിന്റെ വയറ്റിൽ പൊള്ളലേറ്റു. മാളുവിന്റെ. ഒരു 4 മണിയായപ്പോ കാർത്തൂന്റെ ഒപ്പം പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വേറെ ആരും ഉണർന്നിരുന്നില്ല. നന്നായി പോയി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? എടാ, അവൾ അവിടെ പോയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അത് കാർത്തൂന് കെണി വെക്കാനായിരിക്കും. എടാ, ഓണത്തിന് പോലും അവള് മുത്തശ്ശന്റെ വീട്ടിൽ പോയിട്ടില്ല. പിന്നെന്തിനാ ദീപാവലിക്ക് പോയത്? അപ്പോ കാർത്തൂനെ കൊല്ലാൻ വേണ്ടി അവൾ എന്തോ പണിയൊപ്പിച്ചതല്ലേ? അപ്പൊ പിന്നെ അവക്ക് തന്നെ കൊണ്ടു. എന്നിട്ട് എങ്ങനെയുണ്ട് കണ്ണേട്ടാ കൊച്ചിന്? വയറ് നന്നായിട്ട് പൊള്ളിയെന്ന് അറിഞ്ഞത്. അന്നേരം തന്നെ അരുണും അരുണിന്റെ അപ്പച്ചിയും കൂടെ മാളുവിനെ ആശുപത്രിയിൽ എത്തിച്ചു. അമ്മ പറഞ്ഞത് പൂർണ്ണമായിട്ട് തള്ളാൻ പറ്റില്ല. മാളൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നമ്മളൊക്കെ ഒന്നും ഭയന്നതാ. അത് മാത്രമാണോ കണ്ണ? നീ ഇന്നലെ രാത്രി ദുസ്വപ്നം കണ്ടില്ലേ? പക്ഷെ അത് കാർത്തൂന് ആപത്തുണ്ടായെന്നാ കണ്ടത്. സ്വപ്നം കണ്ടതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. നിനക്കറിയാവുന്നല്ലേ? അപ്പൊ 2-2:30 മണിയായതുകൊണ്ടാ കാർത്തൂനെ വിളിക്കായിരുന്നത്. പിന്നെ 6 മണിക്ക് വിളിച്ചപ്പോ മോളുടെ എടുത്തതുമില്ല. അതോടെ ആദ്യമായി. തട്ടുകടയിൽ ചെന്ന് നിന്നിട്ടും ഒരു സ്വസ്ഥ ഉണ്ടായിരുന്നില്ല. പിന്നെ അരുണ് വിളിച്ച് വിവരം പറഞ്ഞപ്പോഴാ സ്വപ്നം കണ്ടതുപോലൊന്നും നടന്നില്ലെങ്കിലും മാളുവിന് ആപത്തുണ്ടായ കാര്യം അറിയുന്നതേ. അത് നിന്റെ പ്രാർത്ഥന കൊണ്ടാ കണ്ണ. സ്വപ്നം കണ്ട് ഉണർന്ന ശേഷവും നീ പ്രാർത്ഥിച്ചു കാണുമല്ലോ. പിന്നെ കുടുംബദേവങ്ങളെയും ചേർത്തെടുത്ത ദേവിയും വിളിയോട് വിളിയായിരുന്നു. അതുകൊണ്ടായിരിക്കും എന്റെ കുഞ്ഞിനൊന്നും പറ്റായിരുന്നത്. എങ്കിലും അവളെക്കാളും ചെറിയ കുട്ടിയല്ലേ മാളു. കേട്ടപ്പോ ഒരു വിഷമം. ഇനിയിപ്പോ കാർത്തൂന് പ്രതി ചേർക്കുമെന്തോ? മാളുവിന്റെ ചേച്ചി അങ്ങനെ പറയൂ. അതങ്ങനെ ഒരു സാധനമാണല്ലോ. അതുകൊണ്ടാ അവിടെ കൈയൊടിഞ്ഞ്. കാർത്തൂനോട് കളിച്ചാലുണ്ടല്ലോ ദൈവങ്ങൾ രണ്ടിനും വെറുതെ വിടില്ല. അവളുമാരുടെ അമ്മ കൊറേ ചാടിത്തുള്ളിയല്ലോ. എന്നിട്ടെന്തായി? അവസാനം കാർത്തൂനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് അവർക്ക് സ്വസ്ഥത കിട്ടിയത്. എനിക്ക് എന്റെ കാര്യം തന്നെ അറിയാലോ. കാർത്തൂനെ ദ്രോഹിച്ചപ്പോഴൊക്കെ എനിക്ക് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. ആർക്കും ഒന്നും സംഭവിക്കരുതമ്മേ. പ്രായത്തിന്റെ പക്വത കുറവുണ്ടാ അവരൊക്കെ ഓരോന്ന് പറയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. വയറ് നന്നായി പൊള്ളിയെങ്കിൽ അത് കരിയാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ സമയം എടുക്കട്ടെ. അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, നീ ആയിരിക്കും മാളുവിനെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടത് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാൻ. കേട്ട് നിൽക്കണോ? അവൻ കേൾക്കുന്നതേ സത്യങ്ങളാ. കേട്ടോണ്ട് നിക്കാതെ പിന്നെ മാളുവിനെ പൊള്ളലേൽപ്പിച്ചിട്ട് നിങ്ങൾ പ്രസംഗിക്കുന്നു. ഇതൊരു ഹോസ്പിറ്റലാ. ആയിക്കോട്ടെ, ആരെങ്കിലും ഒക്കെ കേൾക്കുന്നെങ്കിൽ കേട്ടോട്ടെ. അവള് മനഃപൂർവ്വം മാളുവിനെ കൊല്ലാൻ നോക്കിയതാ. അനന്തേട്ടാ, ഇവരെയും വിളിച്ചിട്ട് പോവാൻ നോക്ക്. എടാ, ഞങ്ങള് പോവാൻ തന്നെയാ വന്നത്. പക്ഷെ ഇവള് പറയുന്നൊരു സത്യമുണ്ട്. ഞാൻ മുത്തച്ഛനെ വിളിച്ചിരുന്നു. നേരം പുലരുന്നതിന് മുമ്പ് നിന്റെ ഭാര്യ മാളുവിനെ വിളിച്ചുകൊണ്ട് പടക്കം പൊട്ടിക്കാൻ പോയി. എന്തിനായിരുന്നു അത്? ആരാരെ വിളിച്ചോണ്ട് പോയെന്ന് നിനക്കെങ്ങനെ അറിയാം? ആ സമയത്ത് മാളു എന്തേലും എഴുതിയെങ്കില്ല. അപ്പൊ അവള് മനഃപൂർവ്വം വിളിച്ചോണ്ട് പോയതായിരിക്കും. കാർത്തൂന് പാമ്പിൻ വിഷം കൊടുത്തു. എന്നിട്ട് നീയാണത് ചെയ്തെന്ന് പറഞ്ഞപ്പോ അല്ലാന്ന് പറഞ്ഞു. അവസാനം പോലീസ് വീട്ടിലെത്തിയപ്പോ കള്ളക്കളി തെളിഞ്ഞില്ലേ? ആരാണ് യഥാർത്ഥ പ്രതിയെന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചെന്ന് കരുതി അവളെ വെള്ള പൂശാൻ ശ്രമിക്കണ്ട. എന്റെ മാളുവിനെ അമ്മയും മുത്തശ്ശനും ഈ നിൽക്കുന്നവനും കൂടി മനഃപൂർവ്വം വിളിച്ചു വരുത്തി കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്ക. ഞങ്ങള് കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല. മാളുവിന് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഉത്തരവാദി അപ്പച്ചിയും മുത്തശ്ശനും ഇവനുമാണെന്നേ പറഞ്ഞോളൂ. ഞങ്ങള് മാളുവിന്റെ കാര്യത്തിൽ ടെൻഷനോടെ നിൽക്കാം. ആ നേരത്താ വില കുറഞ്ഞ സംസാരമായിട്ട് വരുന്നത്. ഞങ്ങൾക്ക് മാളുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ ആരെയും കയറ്റി കാണിക്കുന്നില്ല. അത്രയ്ക്ക് ക്രിട്ടിക്കലാ മോളുടെ അവസ്ഥ. ക്രിട്ടിക്കലാണത്രേ. ഇനി ജീവനോടെ അവളെ ഒന്ന് കാണാൻ പറ്റുമോ? നമുക്ക് പോയിട്ട് വരാം മഞ്ജു. ഇതുവരെ ആഘോഷങ്ങൾക്കൊന്നും പങ്കെടുക്കാത്ത ഒരുത്തിയെ എല്ലാത്തിനും വിളിച്ചു വരുത്തും. അത് ഓണമായാലും ദീപാവലി ആയാലും ഇനിയും വിളിച്ചു വരുത്ത്. എന്നിട്ട് ഓരോരുത്തരെ അങ്ങ് കൊല്ല്. എടോ പോടോ, അല്ലെങ്കിൽ എന്റെ വാരിക്കണേലും കേൾക്കും. നീ പറയടാ, പറയേ. അനന്തു, നിന്നോട് ഇവിടെ വിളിച്ചോണ്ട് പോവാനാ പറഞ്ഞത്. നീ പ്രാർത്ഥിച്ചോ മോളെ? പ്രാർത്ഥിച്ചു.
എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഒരു ശ്രദ്ധയും കിട്ടണില്ല മോളെ. ദീപാവലിയായിട്ട് പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കേണ്ടതാ. അതൊക്കെ പോയി. മാളു എന്നെ ഒന്ന് സ്നേഹിച്ചു വന്നതായിരുന്നു. ആ സമയത്താണല്ലോ മുത്തശ്ശ ഇങ്ങനൊരു അപകടം ഉണ്ടായത്. അതിലെനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് മോളെ. വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം പൊട്ടിത്തെറികൾ ഉണ്ടാകാറുള്ളൂ. ഇവിടെ പക്ഷേ നേരം പുലരുന്നതിന് മുമ്പ് മോളെ മാത്രം ആള് വിളിച്ചുകൊണ്ട് പോയതും നിർബന്ധിച്ച് മത്താപ്പ് കത്തിക്കാൻ പ്രേരിപ്പിച്ചുമൊക്കെ അത്ര നല്ല കാര്യമായിട്ട് കാണാൻ പറ്റണില്ല. വേണ്ട മോളെ, കണ്ണനൊന്നും അത് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോ മോള് വലിയൊരു സഹായം ചെയ്യാൻ മനസ്സ് കാട്ടിയല്ലോ, അത് തന്നെ ധാരാളം. കണ്ണേട്ടനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്തായാലും ഞാൻ ഈ തീരുമാനം മാറ്റുന്നില്ല. ശരത്തേട്ടൻ ഇപ്പൊ വരും. ശരത്തേട്ടന്റെ ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാ. പിന്നെ അത്യാവശ്യ അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മാച്ച് ചെയ്യുമെന്ന് നോക്കണം. വേണ്ട അപ്പച്ചി, ഇനിയിപ്പോ അതിനു വേണ്ടി ആരോടും ഒന്നും പറയണ്ട. പൂർണ്ണ മനസ്സോടെയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിന് വേണ്ടാന്ന് പറഞ്ഞാ എനിക്ക് വിഷമോ? എന്തായാലും കണ്ണനറിയാതെ ഞങ്ങൾ മോൾക്കൊപ്പം നിൽക്കില്ല. അത് തന്നെ ഞാനും പറഞ്ഞത്. കണ്ണേട്ടൻ അനുകൂലിക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്റെ കൂടെ നിൽക്കാം. എന്നാ സാറ് കണ്ണേട്ടനെ കണ്ട് കാര്യം പറ. കഴിയുമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം. ശരി അപ്പച്ചി, ഞാൻ കണ്ണേട്ടനെ കണ്ടിട്ട് വരാം. വേണ്ട മോള്, മോളുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കണ്ട. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അപ്പച്ചി, അതുകൊണ്ട് ഇത്തിരി മുറിവുണ്ടായിക്കോട്ടെ. കുറച്ച് സീരിയസാ. നന്നായിട്ട് പൊള്ളിയല്ലയോ? കാർത്തൂനെ കൊല്ലാൻ നോക്കിയതായിരിക്കും. ഈ സമയത്ത് അങ്ങനെയൊന്നും പറയാതെ അമ്മേ. എങ്കിലും ഉള്ളത് പറയണ്ടേ പവിത്രേ? മാളുവിന്റെ അവസ്ഥയെക്കാളും സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. ഞങ്ങളെല്ലാം എതിർത്തു, എന്നിട്ടും കാർത്ത് സമ്മതിക്കുന്നില്ല. എന്താ? ഞാൻ പറഞ്ഞില്ല കണ്ണേട്ടാ, മാളുവിന്റെ വയറിനാണ് പൊള്ളലേറ്റത്. കരളിന് സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ആരെങ്കിലും ലിവർ ഡൊണേറ്റ് ചെയ്യാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. മാളുവിന്റെ അതേ ബ്ലഡ് ഗ്രൂപ്പുള്ള ആരെങ്കിലും വേണം. കാർത്തൂന്റെ ബ്ലഡ് ഗ്രൂപ്പ് മാളുവിന്റെ തന്നെയാ. അതുകൊണ്ട് അല്ല, കാർത്തു നിർബന്ധം പിടിക്കുക മാളുവിനെ സഹായിക്കണമെന്നും പറഞ്ഞു. സഹായിക്കാന്ന് പറഞ്ഞാല് കാർത്തു കരള് ദാനമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞതാ അരുൺ പറഞ്ഞു വരുന്നത്. അല്ലേ അരുണേ? അതെ. അതെന്താടാ കണ്ണ, വേറെ ആർക്കും കരളില്ലേ? അതേ രക്തഗ്രൂപ്പുള്ള ആള് വേണമല്ലോ അമ്മേ. എടാ, അതിന് ആൾക്കാരില്ലേന്ന്. അമ്മ ദേഷ്യപ്പെടണ്ട, ഞങ്ങൾ എല്ലാവരും എതിർത്തു, അപ്പച്ചി ഉൾപ്പെടെ. എന്നാ കാർത്ത് ഒരേ നിപ്പ് നിൽക്കുക, മാളുവിനെ സഹായിച്ചേ പറ്റൂന്നും പറഞ്ഞ്. ഈ കൊച്ചിന് ഇത് എന്തിന്റെ കേടാ? കൊല്ലാൻ വരുന്നവരെ സഹായിക്കുന്ന ഒരുത്തി. അമ്മ പറഞ്ഞത് നേരാ. കാർത്തൂനെ കൊല്ലാൻ വേണ്ടി കെണി വെച്ചതാ, അതിലും ആള് പെട്ടുപോയതാ. അതിനെ ഞാൻ എതിർക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപകടം വഴിമാറി പോയതാണെന്ന്. പക്ഷെ ഇവിടെ കാർത്ത് നിന്നെടുത്ത് തന്നെ നിൽക്കുക. പിന്നെ കണ്ണേട്ടനൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. അപ്പച്ചി അങ്ങനെ പറഞ്ഞു. കണ്ണേട്ടൻ പറയുന്ന പോലെ. ശരത്തേട്ടൻ പറഞ്ഞത് മോള് കേട്ടില്ലേ? എങ്ങനെയെങ്കിലും ഒരാളെ നാളെ തന്നെ റെഡിയാക്കാന്നാ പറഞ്ഞത്. അതിന് ഞാൻ കൊടുത്ത മറുപടിയും അപ്പച്ചി കേട്ടല്ലോ. ഇതത്ര വലിയ ത്യാഗമൊന്നും അല്ല. അച്ഛനമ്മമാർ മക്കൾക്കും മക്കള് തിരിച്ചുമൊക്കെ ഇങ്ങനെയൊരു സഹായം ചെയ്യാറുണ്ട്. എന്നാലും വേണ്ട മോളെ. ഞാൻ ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു അപ്പച്ചി. ഇനി എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട.
ആരോരും ഇല്ലായിരുന്നു എനിക്ക്. അങ്ങനെയുള്ള ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ അത് ദൈവത്തിന്റെയും ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ചിലരുടെയും സഹായം കൊണ്ടാ. അതിലൊരാളാണ് അപ്പച്ചി. അങ്ങനെയുള്ള അപ്പച്ചിയുടെ മോൾക്ക് ഒരു ആപത്ത് വരുമ്പോ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യണം. അതിന്റെ പേരില് എനിക്കുണ്ടാവുന്ന നഷ്ടങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. മോളുടെ ഈ മനസ്സ് എന്റെ മക്കൾ അറിയുന്നില്ലല്ലോ. അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയല്ല അപ്പച്ചി ഞാനിതൊന്നും ചെയ്യുന്നത്. മാളുവിനെ ഓർത്ത് ഒരിക്കലും അപ്പച്ചിയോ അങ്കിളോ ഒന്നും കരയാൻ പാടില്ല. കണ്ണു വരുന്നു. കണ്ണനെ എതിർക്കുവാണെങ്കിൽ ഞാൻ മോൾക്കൊപ്പം നിൽക്കില്ല കേട്ടോ. കണ്ണ, അരുണെല്ലാം പറഞ്ഞു കാണുമല്ലോ. മോളോട് അങ്ങനൊരു സഹായം വേണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ മോള് കേൾക്കുന്നില്ല. കണ്ണേട്ടാ, വേണ്ടെന്ന് പറയരുത്. കണ്ണേട്ടനൊന്ന് വിളിക്കണം കാർത്തൂനെ. എന്നിട്ട് അയാളോട് സാഹസം കാട്ടണ്ടെന്ന് പറയണം. ഞാൻ വിളിക്കുന്നില്ല അരുണേ. മോളെ ഞാൻ നേരിട്ട് വന്ന് കാണാം. ഞാനൊന്ന് പോയിട്ട് വരാൻ പറ്റത്രേ. കണ്ണ, ആ കൊച്ചിനോട് അബദ്ധമൊന്നും കാണിക്കരുതെന്ന് പറയണം കേട്ടോ. അരുണെന്താ നടന്നോ? മാവെടുക്കാൻ ഞാൻ കുട്ടനോടോ ജമാലിക്കോടോ പറയാം. പവിത്രേ, ഈ അരുണേ അത്ര നല്ല മനസ്സുള്ളവനാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചവൾക്ക് ഭാര്യയുടെ കരൾ കൊടുക്കണമെന്ന് പറയുവോ? അതിന് അരുൺ പറഞ്ഞില്ലല്ലോ. കാർത്തുവല്ലേ അതിന് നിർബന്ധിക്കുന്നത്. പവിത്രേ, കാർത്തു നിർബന്ധിച്ചതൊന്നും ആയിരിക്കില്ല. അരുണും അവന്റെ അപ്പച്ചയും കൂടെ അവളിൽ സമ്മർദ്ദം ചെലുത്തിയതായിരിക്കും. അമ്മ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. കാർത്തുവിന്റെ സ്വഭാവം അമ്മയ്ക്കറിയാലോ. ദ്രോഹിച്ചവരെ പോലും സഹായിക്കുന്ന പ്രകൃതക്കാരിയാ. അതുകൊണ്ട് ഇതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. അപ്പൊ മാളുവിനെ കാർത്തു സഹായിക്കട്ടെ എന്നാണോ മോള് പറയുന്നത്? അങ്ങനൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പിന്നെ അരുണും അരുണിന്റെ അപ്പച്ചയും നിർബന്ധിച്ചതുകൊണ്ടാണ് കാർത്തു വഴങ്ങിക്കൊടുത്തതെന്ന് അമ്മ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാർത്തു അത് ചെയ്യൂ അമ്മേ. മറ്റുള്ളവരുടെ സങ്കടം കണ്ട നടന്നതൊക്കെ മറന്ന് ആ കുട്ടി ആര് വേണമെങ്കിലും സഹായിക്കും. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കണ്ണേട്ടനെ ഇവിടെ നിൽക്കണ്ട. കണ്ണേട്ടന്റെ വിഷമവും കണ്ടോണ്ട് എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകാൻ കഴിയില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. മോളെ ഓപ്പറേഷന് കൊണ്ടുപോകുമ്പോഴും അത് കഴിഞ്ഞിട്ടുമൊക്കെ കണ്ണേട്ടൻ പ്രാർത്ഥനയോടെ പുറത്ത് കാണും. മോള് ചെയ്യുന്നൊരു വലിയ കാര്യമാണെങ്കിലും ആ സമയത്ത് കണ്ണേട്ടന് ചെറിയ തോതിലൊരു നെഞ്ചിരിച്ചിട്ടുണ്ടാവും. എനിക്കൊന്നും പറ്റില്ല കണ്ണേട്ടാ. പറ്റില്ല, പറ്റില്ല. ചേർത്തെടുത്ത് ദേവി വഴി തെളിച്ച് പിന്നാലെ ഉണ്ടല്ലോ. പിന്നെ മോക്ക് എന്തു പറ്റാനാ? എന്റെ മോക്കൊന്നും വരില്ല. മോള് പടിയിറങ്ങിപ്പോയി നമ്മുടെ തറവാട്ടിൽ നിന്ന്. ഇപ്പൊ കണ്ടില്ലേ, ദേവി പോയതുപോലെ ആയില്ലേ. വീട്ടിനകത്ത് ആർക്കും സ്വസ്ഥതയില്ല. നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ ഡോക്ടറായ ഒരുത്തൻ മണ്ണിക്കിളയ്ക്കുമെന്ന്? അത് സംഭവിച്ചില്ലേ? ഉണ്ണിയേട്ടനോട് ഇനി വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട കണ്ണേട്ടാ. എനിക്ക് വാശിയും വൈരാഗ്യം ഒന്നുമില്ല മോളെ. പക്ഷേ ദൈവത്തിന് അതുണ്ടായിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ സാറേ ഇത്? കുറച്ച് ഓറഞ്ച്. കണ്ണേട്ടനൊന്നും കഴിച്ചു കാണില്ല. വേണ്ട 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 മോളെ, ഞാനിപ്പോ ഒന്നും കഴിക്കില്ല. പിന്നെ സാറേ, ഞാനാണ് സഹായിക്കുന്നതെന്ന് മാളു അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാ ചിലപ്പോ സഹായം വേണ്ടെന്ന് പറയും. പുള്ളിയെ വേദനയായിട്ട് കിടക്കുക അവള്. ഈ സമയത്ത് ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്നായിരിക്കും അവളുടെയും പ്രാർത്ഥന. എന്നാലും പറയണ്ട. എല്ലാം കഴിഞ്ഞതിന് ശേഷം മാളു അറിയുന്നതാ നല്ലത്. മോള് പറയുന്നത് ശരിയായിരുന്നേ. ഇനി അതിന്റെ പേരിൽ ഒരു തർക്കവും വഴക്കൊന്നും വേണ്ട. മാളുവിന്റെ ആയുസിന് കോട്ടൊന്നും തട്ടരുത്. അരുണിന്റെ അപ്പച്ചിയുടെ കണ്ണുകളും നിറയരുത്. മോള് ചെയ്യേണ്ട കടമ തന്നെയാ ചെയ്തത്. അത് അരുണിനറിയാലോ.
കേട്ടോ കണ്ണേട്ടാ, അന്ന് ദീപാവലിക്ക് മാള് വന്നപ്പോ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പെരുമാറുകയൊക്കെ ചെയ്തല്ലോ. ആ സമയത്ത് എനിക്ക് എന്താന്നറിയില്ല, എന്റെ സ്വന്തം അനിയത്തി പോലെയാ തോന്നിയത്. ഈ മൊട്ടത്തലയ്ക്ക് ഒരിക്കലടി പറ്റിയതാ. ഇനി എന്റെ തലയടിച്ചു പൊട്ടിച്ചത് ഇവനായിരിക്കും. ഇനിയും അതേ സ്ഥാനത്ത് തന്നെ അടി കൊണ്ടാ ചിലപ്പോ സ്പോട്ടിൽ തീരും, അല്ലെങ്കിലേ കോമ സ്റ്റേജിലാവും. സത്യം പറയടാ, നീയല്ലേ അന്ന് എന്നെ തലക്കടിച്ചത്? ഞാൻ നട്ട ചീനിക്കമ്പ് തട്ടിക്കളഞ്ഞത് നിങ്ങളാണെന്ന് അംഗീകരിക്കുന്നില്ലല്ലോ, പിന്നെ അത് ഞാനെന്തിനു സമ്മതിക്കണം? എന്നാ കേട്ടോ, നിന്റെ കമ്പ് ചവിട്ടിക്കളഞ്ഞത് ഞാനാ. പക്ഷെ നിങ്ങളുടെ തലക്കടിച്ചത് ഞാനല്ല. എന്നെ ജീവിക്കാൻ സമ്മതിക്കാതിരുന്ന അങ്ങനെ ചെയ്യുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എങ്കിൽ നീ നേരെ ചൊവ്വേ ഈ നാട്ടിൽ ജീവിക്കത്തില്ല. ആദ്യം വാങ്ങിയ പണം തിരിച്ചു തരാൻ നീ നിന്റെ മാമിയോട് പറയടാ, ആ പെരുങ്കള്ളിയോട്. എന്നിട്ട് എന്നോട് വഴക്കിടാൻ പാടാ, എന്നിട്ട് എന്നെ നീ വെല്ലുവിളിക്ക്. നാണം കെട്ടവൻ. സ്വന്തം ഭാര്യ ഒരുത്തനൊപ്പം തെണ്ടിത്തിരിയ അവന്റെ കൊച്ചിനെയും വയറ്റിലിട്ടുണ്ട്. അതൊന്നും അവനൊരു പ്രശ്നമേ അല്ല. 2 കമ്പ് തട്ടിക്കളഞ്ഞതാണ് പ്രശ്നം. പോയി തൂങ്ങി ചാകടാ. എന്റെ ഭാര്യയല്ല കണ്ണി കണ്ടവന്റെ പിന്നാലെ തെണ്ടി തിരിയുന്നത്. എന്നാ അവളോട് പറയടാ എന്റെ വീട്ടിൽ ഒന്ന് പൊറുക്കാൻ. അവന്റെ ഒരു ചീനിക്കമ്പ്. രണ്ടു മക്കളുടെ ശരീരത്തിൽ മുറിവുണ്ടാവാൻ പോകുന്ന കാർത്തു എനിക്കിപ്പോ മകളെ പോലെ. അപ്പച്ചി പേടിക്കണ്ട, മാളുവിന്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. കാർത്തിനൊരു കുഴപ്പം പറ്റില്ല. എങ്കിലും നമ്മള് സ്വാർത്ഥരായോ മോനെ? നമ്മൾ പറയാനുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ കണ്ണേട്ടം പോലും എതിർത്തില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എടുത്തു വന്നു. നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വന്നേ? ഞാൻ മാളുവിനെ ഒന്ന് കാണാൻ വന്നതാ. മാളുവിനെ ഇപ്പൊ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ മാളുവിനെ ഇപ്പൊ എന്തിനാ കാണുന്നത്? അവളെ സഹായിക്കുന്നത് കാർത്തു ആണെന്ന കാര്യം അവൾ അറിഞ്ഞോന്നറിയണം. അറിഞ്ഞില്ലെങ്കിൽ അവളെ അറിയിക്കണം. പിന്നെ കാർത്തു ചെയ്യുന്ന സഹായം നിങ്ങൾ ചെയ്യോ? എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നടാ. എന്തായാലും അവളെന്റെ അനിയത്തിയെ സഹായിക്കണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നേ? അമ്മയാവാൻ പോകുന്ന ഒരുത്തിയ, എന്നിട്ട് അതുപോലും ചിന്തിക്കാതെ ഓടി വന്നിരിക്കുക. അനീതി പറഞ്ഞ് വഴിതെറ്റിക്കാൻ. ഇതൊരു ബാധ്യതയായി മാള് കൊണ്ടു നടക്കരുത്. അവൾക്ക് കരള് കൊടുക്കാൻ എത്ര ആൾക്കാരെ വേണമെങ്കിലും കൊണ്ടുതരാന്ന് അനന്തുവേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അയാളുടെ പറച്ചിലേ നടക്കൂ. അവസാനം കൃത്യസമയത്ത് സഹായം ലഭിക്കാതെ മാളുവിന് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ പിഴ കൂടി കാർത്തൂന് തലയിൽ വെച്ച് കെട്ടും. അപ്പച്ചയും മുത്തശ്ശനും തള്ളി പറയും, കൂടെ എന്നെയും. അല്ലാതെ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് എന്തിനു കൊള്ളാം? നീ കൂടുതലൊന്നും പറയണ്ടടാ. ഒരു ദാനം ചെയ്യിച്ചിട്ട് സ്വത്തുക്കൾ മുഴുവൻ ദാനമായിട്ട് വാങ്ങിക്കാനല്ലേ നിന്റെ അവളുടെയും പരിപാടി. ആർക്ക് വേണം സ്വത്തൊക്കെ? സ്വത്തുള്ളതെല്ലാം നിങ്ങൾ എടുത്തോ. ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ട സ്നേഹമാ. അത് 7 അയലത്തോട് പോവാത്തവളോടൊക്കെ അതേപ്പറ്റി പറഞ്ഞിട്ട് എന്താ മോനെ കാര്യം? എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ സമയമില്ല. മാളുവിനെ ഒന്ന് കാണണം. അവളോട് കാര്യം പറയണം. പറ്റില്ല എന്ന് നിന്നോട് പറഞ്ഞില്ലേ? നീ ഇന്ന് മാളുവിനെ കാണില്ല. എനിക്കറിയാം, ആ കള്ളിയാ അവളെ സഹായിക്കുന്നതെന്ന് ഇതുവരെ മാളു അറിഞ്ഞിട്ടില്ലെന്ന്. കാർത്തുവിന്റെ ഭാര്യ, അവളെ കള്ളി എന്നൊക്കെ വിളിക്കുന്ന സൂക്ഷിച്ചു വേണം. കള്ളി കള്ളി തന്നെയാടാ.
അതേ ഞാൻ വിളിക്കൂ. നിനക്കെന്താ എന്നെ തല്ലണോ? എനിക്ക് മോളെന്ന് വിളിക്കാൻ കാർത്തു മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള കാർത്തുവിന്റെ ശരീരത്തിൽ കത്തുകയറ്റുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ പിന്നെ നല്ലൊരു കാര്യത്തിനല്ലേ, പോട്ടെ. പിന്നെ കണ്ണൻ വിളിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ഇപ്പൊ അവനെ വിളിച്ച അവൻ ആകെ വിഷമത്തിലായിരിക്കും. ഒരു നല്ല കാര്യം ചെയ്യാൻ കാർത്തുവിനൊപ്പം നിന്നെങ്കിലും മോളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോ അവന്റെ ചങ്കൊന്ന് പിടയ്ക്കും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല കണ്ണേട്ടാ. ഞാനൊന്നും അറിഞ്ഞതേയില്ല. ഇഞ്ചക്ഷൻ എടുക്കുകയും ഗുളിക തരുകയൊക്കെ ചെയ്യുന്നോണ്ട് ഇപ്പോഴും വേദന അറിയുന്നില്ല. പെയിൻ കില്ലറിന്റെ എഫക്റ്റ് പോകുമ്പോ ചെറിയൊരു വേദന ഉണ്ടാവും. അതൊക്കെ എനിക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സ്നേഹിക്കുന്നവര് തെറ്റിദ്ധാരണ മൂലം നമ്മളെ വെറുക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ഉണ്ടാവുന്ന വേദന ഇതിനൊന്നിനും ഇല്ല സാറേ. അത് നേരാ. ഇനി എന്റെ കരളുകൊണ്ട് മാളുവിന് പ്രയോജനം ഉണ്ടാവണം. എനിക്ക് അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല മോളെ. മോള് നിറഞ്ഞ മനസ്സോടെ വലിയൊരു ത്യാഗം ചെയ്തതല്ലേ, അതിന്റെ ഫലം ഉണ്ടാവും. മോള് തിരക്കിയ ആളെത്തിയല്ലോ. അമ്പലത്തിൽ പോയിട്ടാണോ വരുന്നേ? നാഗത്തമ്മാരെ കണ്ടിട്ടാ വരുന്നത്. മോളുടെ സർജറി നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ കുടിച്ചിട്ടില്ല. അത് സാരില്ല. അരുണ്ട് അപ്പച്ചി ഇങ്ങോട്ടിരിക്കെ. അയ്യോ വേണ്ട, കണ്ണനിരുന്നോ. ഇരുന്നോളൂ. കണ്ണേട്ടൻ ഇങ്ങോട്ട് ഇരിക്കേ. വേണ്ട അരുണേ. എങ്ങനെയുണ്ട് മോൾക്കിപ്പോ? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓപ്പറേഷന് മുമ്പുള്ളതിനേക്കാളും സന്തോഷത്തിലാ ഞാനിപ്പോ. ഇതുവരെ ആരും മാളുവിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. പറയണ്ട, ഓപ്പറേഷൻ കഴിയുന്നവരെ. അങ്ങനെ പറഞ്ഞിട്ട് ഇനി മാളു എതിർത്താ അത് വിഷമമാവില്ലേ അപ്പച്ചി? മോള് വലിയൊരു സഹായ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മോളുടെ സഹായം പാഴായി പോവാതിരിക്കാൻ മാളുവിനോടൊന്നും പറയുന്നില്ല. ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ലതിനു വേണ്ടിയായിരിക്കും. പവിത്രയ്ക്കും കണ്ണന്റെ അമ്മയ്ക്കൊക്കെ ചെറിയ എതിർപ്പുണ്ടെന്ന് അരുൺ പറഞ്ഞിരുന്നു. പവിത്രയുടെ കാര്യം വിട്ടേക്കോ. അവക്ക് കാർത്തൂനോടുള്ള സ്നേഹക്കൂടുകൊണ്ടുള്ള ചെറിയൊരു പരിഭവം മാത്രമേ ഉള്ളൂ. പിന്നെ എന്റെ അമ്മ ഇനി ഈ മരണം വരെ ഒരേ സ്വഭാവം തന്നെ ആയിരിക്കും. ഇപ്പോ നല്ലവരെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ പഴയ സ്വഭാവം പുറത്തെടുക്കാറുണ്ട്. അത് ഈ പ്രായത്തിന്റെ കൂടിയാ. അതുകൊണ്ട് ഇനി അരുൺ അപ്പച്ചിയെ കാണുമ്പോ എന്തെങ്കിലും കുറ്റപ്പെടുത്തിയാലും അത് കാര്യാക്കണ്ട. കാർത്തും മാളുവിനെ സഹായിക്കുന്നോണ്ട് അവിടെ ഒരാള് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മഞ്ജു. എന്തൊരു സ്വഭാവം അവളുടേത്. എന്റെ മകളാണെങ്കിൽ കൂടി എനിക്കിപ്പോ അവൾ ഒട്ടും ഇഷ്ടമല്ല. അവൾ അങ്ങനെയൊക്കെ സംസാരിക്കൂ, പെരുമാറൂ. ചില നേരത്ത് തോന്നാറുണ്ട് അവള് എന്റെ മകളാണോന്ന്. അങ്ങനെയൊന്നും പറയല്ലേ അപ്പച്ചി. മഞ്ജു എടുത്തേം മാളും ഒക്കെ മാറും. എവിടെ മാറാനോ മോളെ? മാളു മാറിയാലും മഞ്ജു മാറില്ല, അതെനിക്ക് ഉറപ്പാ. ഇനി അങ്ങോട്ട് പോവാൻ പോലും എനിക്ക് താല്പര്യമില്ല. അവളുടെ പ്രസവ സമയത്ത് പോലും അടുത്ത് നിൽക്കണമെന്നില്ല. അല്ല, ഞാൻ നിൽക്കണമെന്നും അവൾക്കില്ല. അമ്മയാണ് അവൾക്ക് പാജന്മ ശത്രു, പിന്നെ മോളും. അങ്ങനെയുള്ളവളെ എങ്ങനെയാ സ്നേഹിക്കാൻ പറ്റുന്നേ? ഏതായാലും നിങ്ങളെല്ലാവരോടും സംസാരിച്ചിരിക്കെ, ഞാൻ പുറത്തുണ്ടാവും. എന്തിനായിരുന്നു മുത്തശ്ശന്റെ അടുത്തേക്ക് മാളു പോയത്? ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു?
എന്താ ഇപ്പൊ ഉത്തരവില്ലേ? മാളുവിന്റെ ഇഷ്ടപ്രകാരമാണ് പോയത്. ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവ് അങ്ങനെ പറയൂ. മാളുവിനെ ഇവള് പറഞ്ഞുവിട്ടാ. വലിയൊരു സ്ഫോടനം നടത്തി എന്റെ കാർത്തൂനെ കൊല്ലാൻ. എന്നാ ദൈവാനുഗ്രഹവും ഭാഗ്യമുള്ളതുകൊണ്ട് കാർത്തൂന് കൊള്ളേണ്ടത് മാളുവിനും ഉള്ളൂ. അത് അരുണിനും അരുണിന്റെ അപ്പച്ചിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് കഴിയുമ്പോ ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ മാളും പറയും സത്യം നടന്നു. ഇപ്പോഴും ഭാര്യ വിശ്വാസം തോന്നുന്നുണ്ടോ? അതിന് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കൊല്ലാൻ ശ്രമിച്ച മാളുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നോളാ എന്റെ കാർത്തു. വലിയൊരു സഹായം ചെയ്തത് ആരുടെയും സമ്മർദ്ദം കൊണ്ടൊന്നുമില്ല. അതെന്റെ കുട്ടി സ്വയം തീരുമാനിച്ചതാ. ഞാൻ കൂടെ നിൽക്കുകയും ചെയ്തു. ഞങ്ങളൊക്കെ അങ്ങനെ മറ്റുള്ളവർ നെഞ്ചുപൊട്ടി നിലവിളിക്കുമ്പോ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായം തേടി ചുറ്റും നോക്കുമ്പോ അവർക്കൊപ്പം നിൽക്കും. ഞങ്ങൾ ജീവൻ കൊടുത്തു അവരെ സഹായിക്കാൻ നോക്കും. അങ്ങനെയുള്ളവരെ നിങ്ങൾ സ്നേഹിക്കണ്ട, ദ്രോഹിക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത്. ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, അകത്തോട്ട് കയറി ഇരിക്കെ. നല്ലൊരു ചായ ഇട്ട് തരാം. അത് ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞാൽ കേൾക്കാൻ സുഖമായിരുന്നു. നിന്നെ കൊണ്ട് കഴിയോ നിന്റെ ഭർത്താവിന് ഒരു ചായ ഇട്ട് കൊടുക്കാൻ? നിങ്ങൾക്ക് ചായ ഇട്ട് തരാൻ എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷേ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കതിന് കഴിയോ ഇല്ലയോന്ന് ഒരു 10 മിനിറ്റ് നിന്നാ മതി. ഞാൻ തെളിയിച്ചു തരാം. നീ അടുക്കളയിലേക്ക് പോകും, തിരിച്ച് നല്ല ആവി പറക്കുന്ന ചായയുമായിട്ട് വരികയും ചെയ്യും. പക്ഷെ അതിനിടയില് ചില നാടകങ്ങൾ അടുക്കളയിൽ അരങ്ങേറും. ഇവിടെ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ പവിത്രയും കാർത്തും ഉണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റ് ആണെന്ന് അരുണിന്റെ അപ്പച്ചി പറഞ്ഞായിരുന്നു. അത് വെറുതെ അല്ല, കാർത്തും പവിത്രയും ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ വെച്ച് വിളമ്പുന്നേ. അത് നീയല്ല, പവിത്രയുടെ ചേച്ചിയാണെന്ന് മാത്രം. ഇത് നിന്റെ അമ്മയല്ല എന്നോട് പറഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണ്ടു പത്മിനി ചേച്ചിയെ, നല്ല ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്ന ഈ വീട്ടിലെ ജോലിക്കാരിയെ. അതുകൊണ്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട, മിടിക്കുകയാവണ്ട. വീട്ടുജോലി ചെയ്യാൻ നിനക്കറിയില്ല, വീട് നോക്കാനും. പക്ഷെ വീട്ടിലുള്ളവരെ തമ്മിൽ തല്ലിക്കാനും കൊല്ലാനും നല്ല മിടുക്കാം. ആ സ്വഭാവം ഇനിയെങ്കിലും അങ്ങ് നിർത്തിയേക്കണം. ഇത് പറയാനാ ഞാൻ വന്നേ. ഭാര്യയെ സ്നേഹിക്കണം, പക്ഷെ അത് സ്വന്തം അനിയനെയും അപ്പച്ചയും അമ്മയൊക്കെ അകറ്റിക്കൊണ്ടാവരുത്. നിങ്ങൾ ഇങ്ങനെ ഒരു അനങ്ങാപ്പാറയായ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, എന്തും പറയാം. അയാളുടെ സംസാരത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുത്തുകൂടായിരുന്നു അനന്തുവേട്ടാ. അയാള് പറഞ്ഞതൊക്കെ 100% തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ പറഞ്ഞതാണോ തെറ്റ്? അത് നീ തന്നെ സ്വയം വിലയിരുത്ത്. എന്റെ കൊച്ചിനെ എങ്ങനെയുണ്ടറാ? മോക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ, മോള് സന്തോഷത്തില്ല. പിന്നെ വയറ് കീറി മുറിച്ചിട്ടിരിക്കല്ലേ, അപ്പൊ വേദനയൊന്നും കാണത്തില്ല. കണ്ണേട്ടാ, എനിക്ക് കാണാൻ വയ്യ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന കാർത്തൂനെ, അതുകൊണ്ടാ ഞാൻ വരാത്ത. നിന്നെ മോള് തിരക്കി. കാർത്തൂന്റെ അടുത്ത് ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. സ്വന്തം മക്കളെക്കാൾ സ്നേഹിക്കുന്ന അപ്പച്ചിയും പിന്നെ അപ്പൂപ്പനും ഒക്കെ കാണുമല്ലോ. ആ ഗർഭിണി പെണ്ണ് വന്നായിരുന്നോ? അവിടെ വന്നിരുന്നു. പക്ഷെ അവളുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല. കാർത്തു അവളുടെ അനിയത്തിയെ സഹായിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവൾക്ക് അവളുടെ കരൾ അറുത്ത് മുറിച്ച് കൊടുത്തുവിടായിരുന്നോ?